ഐ ഗെസ് വെൽക്കം ബാക്ക്. സോ നവംബർ 3 സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു ട്രേഡ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി പുട്ട് ഓപ്ഷനിലാണ്. ട്രേഡ് എടുത്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ആ ഒരു എൻട്രി എടുത്തതെന്നുള്ളത്. ഇന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഇനീഷ്യൽ മൂവ്മെൻറ്റ് കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. റൈറ്റ്, ഓക്കെ. സോ ഇനി എൻ്റെ ട്രേഡ് ഞാൻ എടുക്കുവാണ്. 140 ക്വാണ്ടിറ്റി റെഗുലർ ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വ്യൂ, ഇന്ന് ഇനീഷ്യലി ഒരു ബീറിഷ് വ്യൂ തന്നെയാണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. റൈറ്റ്, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത് ആൻഡ് ഒരു മോഡറേറ്റ്ലി ബീറിഷ്. സെല്ലേഴ്സ് എത്രത്തോളം സ്ട്രോങ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ ഒരു മോഡറേറ്റ്ലി സ്ട്രോങ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ പ്രൈസ് ആക്ഷൻ, ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് പ്രൈസ് ആക്ഷൻ കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത് ആൻഡ് മാർക്കറ്റ് ഒന്ന് അപ്സൈഡ് പോയി, പിന്നെ ഒന്ന് താഴെ വന്നു. ഇവിടെ സപ്പോർട്ട് എടുത്തായിട്ട് കാണാം. അത് കഴിഞ്ഞ് അപ്സൈഡിലോട്ടൊരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് കാണാം. റൈറ്റ്, അപ്പോൾ ഇതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ടായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. ഇവിടെ 58,000 ലെവൽ കൂടി ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ടായിട്ട് നടത്തിയിട്ട് തിരിച്ച് ആ ലെവലിൻ്റെ താഴോട്ട് വന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു ബേസിലാണ് ഒരു ട്രേഡ് ഞാൻ ഇന്ന് എടുത്തത്. റൈറ്റ്, പുട്ട് ഓപ്ഷനിൽ ഈ ഒരു ക്യാൻഡിൽ കാണാം, ആ ഒരു ക്യാൻഡിൽ കഴിഞ്ഞിട്ട്. റൈറ്റ്, അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതൊരു പ്രോപ്പർ ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു സെല്ലിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. റൈറ്റ്, ഈ ലെവൽ വരെയൊക്കെ മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്താം. ബട്ട് സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെല്ലേഴ്സ് അത്ര സ്ട്രോങ് അല്ല, ഒരു മോഡറേറ്റ്ലി സ്ട്രോങ് ആണ് ഈ ഒരു പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത്. ഓക്കെ, ബട്ട് സ്റ്റിൽ ആ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് നടന്നുകൊണ്ട് തന്നെയാണ് ഒരു ചാൻസ് വന്നിരിക്കുന്നത്. ഇനി അപ്സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഡേ ഹൈ എങ്ങനെയാണോ ബ്രേക്ക് ഔട്ട് നടക്കുന്നത് അവിടെ എൻ്റെ SL ബുക്ക് ചെയ്യും. റൈറ്റ്, ആൻഡ് ഇനി താഴോട്ട് വരുന്ന ടാർഗറ്റ് ഏകദേശം ഒരു ഡേ ലോ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു പ്രോപ്പർ ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ. പിന്നെ ഇന്നത്തെ മൂവ്മെൻറ്റ് ഒരു അത്ര ഒരു സ്ലോ മൂവ്മെൻ്റ് ആണ്. ടാർഗറ്റ് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്, ഇനി വെയിറ്റ് ചെയ്യാം. റൈറ്റ്, ഏകദേശം ഒരു 140 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. പ്രീമിയത്തിൽ നമുക്കൊരു 60 to 80 പോയിൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഡിപ്പെൻസ് ഓൺ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്. സോ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി, പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലുള്ളൊരു മൂവ്മെൻ്റ് അല്ല വന്നിരുന്നത്. പ്രീമിയം നോക്കുവാണെങ്കിൽ ഒരു 40 പോയിൻ്റ് അടുത്ത് ലോസ് റണ്ണിങ്ങിലാണ്. കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഇമ്മീഡിയറ്റ്ലി ഒരു സെൽ ഓഫ് ആയിരുന്നു, കാരണം ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് നടത്തി വിത്തിൻ ഒരു 10 to 15 മിനിറ്റ്സിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ മാർക്കറ്റ് വീണ്ടും ഹോൾഡ് ചെയ്തു. കാരണം ഞാൻ പ്രതീക്ഷ പോലെ തന്നെ സെല്ലേഴ്സിൻ്റെ ഒരു കോൺഫിഡൻറ്റ് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ബയേഴ്സ് വന്ന് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ആൻഡ് മേ ബി ഡേ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നവരെ അത് കഴിഞ്ഞിട്ട് ലോസ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ എഗെയിൻ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു 58,000 ലെവലിൽ പുൾ ബാക്ക് എടുത്തിട്ട്. സോ ഞാൻ ഇനി അധികം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. മാർക്കറ്റ് ഈ ഒരു സെനാരി വെച്ചിട്ട് എഗെയിൻ ബയേഴ്സ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സോ ചെറിയ ലോസാണ് റണ്ണിങ്ങിൽ. സോ ലോസ് ബുക്ക് ചെയ്തതിന് പ്രത്യേകിച്ച് ഈഗോ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വ്യൂ കറക്റ്റായി വർക്കാവുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം. സോ നിയർലി ഒരു 40 പ്ലസ് പോയിൻറ്റിനടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം എൻട്രി എടുത്തത് ഏകദേശം ഈ ഒരു ലെവലിലാണ്. ദെൻ ഫാൾസ് ബ്രേക്ക് ഔട്ടായിട്ട് കൺസിഡർ ചെയ്തു. ഇതിൻ്റെ താഴെ വന്ന സമയത്ത് എൻട്രി എടുത്ത് എക്സ്പെക്റ്റ് ചെയ്ത് ഡൗൺ സൈഡ് പോകും. പക്ഷേ അഗെയിൻ മാർക്കറ്റ് ബയേഴ്സ് കൺട്രോൾ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ ഇമ്മീഡിയറ്റ്ലി ഞാൻ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ആ ഒരു എനിക്കൊന്ന് കറക്റ്റ് ടൈമിലാണ് എക്സിറ്റ് ചെയ്തതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് ട്രേഡൊന്നുമില്ല, റിവെഞ്ച് ട്രേഡോ കാര്യങ്ങളൊന്നുമില്ല. ലോസൊക്കെ പാർട്ട് ഓഫ് ദ ബിസിനസ്സാണ്. നല്ല ദിവസങ്ങൾ വരും, ആ സമയത്തൊക്കെ നമുക്ക് വളരെ ഈസിലി റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. സോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ.